അയ്യപ്പന്റെ വിഗ്രഹത്തിൽ സത്യസന്ധമായിട്ട് അവിടെ വിഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ ആ വിഗ്രഹത്തിൽ ഇപ്പോൾ ഈ സ്വർണമുണ്ടോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ എന്താണ് പരിശോധിക്കേണ്ടത്. അത് പരിശോധിക്കാൻ ഇപ്പോൾ തന്ത്രിക്ക് മാത്രമാണ് അകത്ത് കിടക്കാൻ പറ്റുന്നത് കൊണ്ട് നമുക്കറിയില്ല അതിന്റെ യാഥാർത്ഥ്യം. പഞ്ചലോഹ വിഗ്രഹം എന്നൊക്കെ പറയുന്നു, അയ്യപ്പൻ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയമുണ്ട്. ഇങ്ങനെ അമ്പലം വിഴുങ്ങികളായിട്ടുള്ള ആളുകൾ, ഒരു വിശ്വാസവുമില്ലാത്ത ആളുകളുടെ കയ്യിലേക്ക് അധികാരം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും. ഇവിടെ എത്രയധികം ഭരണങ്ങൾ വന്നു, ഇവിടെ കോൺഗ്രസ് ഭരിച്ചില്ലേ, ഇവിടെ CPM ഭരിച്ചില്ലേ. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് മാത്രം ഇത്രയധികം തട്ടിപ്പ് നടന്നത് എന്തുകൊണ്ടാണ്? ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ മുരാരി ബാബുവിന്റെ പേരിൽ അയാൾ അടിച്ചു മാറ്റിയതിന് കണക്കുണ്ടോ? അയാൾ ഈ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ തട്ടിപ്പ് നടത്തിയിട്ട് ആ തട്ടിപ്പ് നടത്തിയ മുരാരി ബാബുവിനെ സേഫ് ആക്കി പിന്നീട് തട്ടിപ്പ് നടത്താൻ എവിടെ കൊണ്ടുപോയി വെച്ചു? ശബരിമലയിൽ കൊണ്ടുപോയി വെച്ചു. അതാരാ ചെയ്തത്? ഈ പറയുന്ന CPM സർക്കാരാണ്. ഇപ്പൊ സർക്കാരിന് കൈ കഴുകാൻ പറ്റില്ലല്ലോ ഈ വിഷയത്തിൽ. ഇപ്പം ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം പഴിചാരി സർക്കാരിനങ്ങ് മാറാമായിരുന്നു. ഇനിയിപ്പോ വാസുവിനെ കൊള്ളാനും വയ്യ തള്ളാനും വയ്യാത്തൊരവസ്ഥയിലായില്ലേ സർക്കാർ? അല്ല, ഓൾറെഡി ഇതില് വാസുവിനെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ദേവസ്വം കമ്മീഷൻ ആക്കിയതും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കിയതും ഒക്കെ ആരാണ്? CPM ആണല്ലോ. 2 തവണ ദേവസ്വം കമ്മീഷൻ ആക്കിയ ഒരാൾ എന്തിനാ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കിയത്? ആലോചിച്ചൂടെ? CPM കാര്യങ്ങൾ അവിടെ കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ട ഒരാൾ അവിടെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് വാസുവിനെ അവിടെ വെച്ചു. അങ്ങനെയുള്ള വാസു അവിടെ നിന്ന് അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി CPM ആണ്, ദേവസ്വം മന്ത്രിയാണ്, പിണറായി വിജയനാണ്.